കോഴിക്കോട്ടെ വ്യവസായി മാമി എന്ന മുഹമ്മദ് ആട്ടുവിന്റെ തിരോധാന കേസിൽ ലോക്കൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് അന്വേഷണ റിപ്പോർട്ട്. വകുപ്പുതല അന്വേഷണത്തിലാണ് വീഴ്ച ചൂണ്ടിക്കാട്ടുന്നത്. CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചില്ല എന്നും ടവർ ലൊക്കേഷൻ പരിശോധിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. KV രാഹുൽ കോഴിക്കോട് എന്ന വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പുതല അന്വേഷണത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ മെല്ലപ്പോക്ക്, ഉഴപ്പ്, അതേക്കുറിച്ച് എത്ര ഗൗരവത്തിലാണ് ഇപ്പോൾ കണ്ടെത്തലുകൾ? രതീഷ്, തീർച്ചയായും നടക്കാവ് പോലീസിന് കേസന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് സമ്മതിക്കുന്ന വകുപ്പുതല റിപ്പോർട്ടാണ് നിലവിൽ IG-ക്ക് സമർപ്പിച്ചിട്ടുള്ളത്. അതായത് ഈ കേസ് നിലവിൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. പോലീസിന് വീഴ്ചയുണ്ടായി എന്നുള്ള കണ്ടെത്തൽ ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പുതല അന്വേഷണത്തിന് കോഴിക്കോട് സിറ്റി നാർക്കോട്ടിക് ACPയെ IG ചുമതലപ്പെടുത്തുകയായിരുന്നു. ഈ അന്വേഷണത്തിലാണ് വീഴ്ചകൾ തുറന്നു പറഞ്ഞുള്ള റിപ്പോർട്ട് IG-ക്ക് സമർപ്പിച്ചിട്ടുള്ളത്. മാമിയെ കാണാതാകുന്നത് 2023 ഓഗസ്റ്റിലാണ്. ഒരാളെ കാണാതാകുന്ന കേസ് അതിൻ്റെ പ്രാധാന്യത്തിൽ പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷിച്ചില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. നടക്കാവിലെ അന്നത്തെ SHO, അതുപോലെ SI, 2 സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ എന്നിവർക്ക് വീഴ്ചയുണ്ടായി എന്നുള്ള കണ്ടെത്തലാണ് റിപ്പോർട്ടിലുള്ളത്. മാമിയെ കാണാതാകുന്ന ദിവസത്തെ CCTV ദൃശ്യങ്ങൾ അത് പരിശോധിച്ചില്ല. ആകെ 2 സ്ഥലങ്ങളിലാണ് ഇവർ CCTV നോക്കിയത്. ഒന്ന് കോഴിക്കോട് ബീച്ച് പരിസരം, ഒപ്പം മാമിയെ അവസാനമായി കാണാതാകുന്ന CD ടവർ പരിസരം. ഈ 2 സ്ഥലങ്ങളിലും CCTV ക്യാമറ അന്ന് തകരാറിലായിരുന്നു. മറ്റു ക്യാമറകളൊന്നും തന്നെ പരിശോധിച്ചില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം ടവർ ലൊക്കേഷനും കണ്ടെത്തുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തി എന്നു തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ പോലീസിനെ കുറ്റപ്പെടുത്തിയുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ റിപ്പോർട്ട് ഈ വകുപ്പുതല അന്വേഷണത്തിന് IG ACPയെ ചർച്ച ഒരു വിഷയമാണ് ഈ തിരോധാന കേസ്. തിരോധാന കേസുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന രണ്ടാമതൊരു റിപ്പോർട്ട് കൂടി വരുന്ന KV രാഹുലാണ് ആ വിവരങ്ങൾ നൽകിയത്.